അതോടെ പേര് പറയുമ്പോ ഇച്ചിരി താണം. പൊന്നിന്റെ ഫ്രണ്ടാണോ അയ്യോ? സത്യം ആണോ? എന്നാ നമുക്ക് സ്കൂളിൽ പോണ്ടേ? അദ്വൈത അമ്മ അന്വേഷിച്ചെന്ന് പറയണേ. അദ്വൈതന് പറയണം. അദ്വൈത എന്റെ അമ്മയുണ്ടല്ലോ ജയമ്മ, അദ്വൈത അന്വേഷിച്ചു. മോന്റെ ഫ്രണ്ടാണോ? ഉമ്മ തരാം, ഇറങ്ങി വന്നാ തരാം. അദ്വൈത കൊച്ചിന്റെ ഫ്രണ്ടാരുടെ പേരെന്നാ? പേരെന്നാ? അദ്വൈത. അയ്യടാ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. എപ്പോഴും അദ്വൈതയുടെ കാര്യം വന്ന് പറയുന്നേക്കാം. അദ്വൈത അദ്വൈത എന്ന് പറഞ്ഞിട്ട്. മോന്റെ ഫ്രണ്ടാണോ? ആണോ? മിടുക്കി. ബസ്സേലയോ? അയ്യോ ബസ്സേല അവിടെ ഉണ്ടോ? ആഹാ അദ്വൈത ബസ്സേലും ഉണ്ട്. കുഞ്ഞിന് നാത്ത് കൊടുക്കടി. അവളൊക്കെ പോയി. മുടി ഇങ്ങനെയാണ് ഇടുന്നേ? ചേച്ചി മുടി ഇങ്ങനെയാണ് ഇടുന്നേ? ഉണ്ടോ? അദ്വൈതയാണോ കൂടെ വരുന്നേ? അപ്പൊ അദ്വൈതയുടെ തലയിലാണോ നീ വെള്ളം കോരി ഒഴിച്ചേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നീട് വരാത്ത ഉണ്ടോ? മിടിക്കാട്ടോ, മിടിക്കാണേ. മുടി കെട്ടി വെക്ക എന്റെ പൊന്ന് നാണി. ചെല്ലു പൊന്ന്. എന്റെ മുടിയല്ലേ. പാലെടുത്തോണ്ട് പറഞ്ഞേ. ദൈവമേ വന്നു നിനക്ക് പൊക്കം വെച്ചോ നാരായണി? ഇച്ചിരി ഇറക്കിയിട്ടെ പാൻ്റെ ഇച്ചിരി ഇറക്കിയിട്ടേ. നോക്കിക്കോണെ പൊക്കി പൊക്കി ചുപ്പാണ്ടിയുടെ പാൻറ് പോലായി. സത്യം ചുപ്പാണ്ടിയുടെ പാൻറ് ഇങ്ങനാ. പിന്നെ കണ്ടേക്കാൻ നിനക്കാ. കൊച്ചിനെ കയ്യെ പിടിക്കൂ. പരിപാടി അവിടെ അല്ല, ഞാൻ കാനപ്പിള്ള.
ഇറങ്ങുന്നില്ലേ? ഒന്നുണ്ടല്ലേ? ആ പട്ടിക്കൂട്. ഇതിനകത്ത് അത് ലോങ് ഇതിനകത്ത് കവറില്ലാത്ത ലോങ് ലിപ്പ് ഷവറിന്റെ ഓഫ് വന്നിട്ടില്ല. ഷവറിന്റെ ഇതിനകത്ത് എപ്പോഴും ബേബി വരുന്നുണ്ടല്ലോ. ആ അജയനത്തിന് വണ്ടി. ആ ഇതോ പണി കിട്ടുമല്ലേ? പുള്ളി കയറ്റി കൊടുക്കണമെങ്കിൽ ബേബിക്ക് ബേബി വരുമല്ലോ. ബേബിയുടെ കൂടെ കാർപ്പിൽ ഇറങ്ങാം. അതെയോ? കണ്ണ് കാണില്ല. കണ്ണ് കാണുന്നത്
ഒരു ബസ്സും കിട്ടുന്നില്ലല്ലോ, ഒന്നും വന്നില്ല. എന്നാണോ KSRTC എല്ലാം കഴിഞ്ഞുണ്ടോ? അവിടെ നിർത്തത്തില്ലായിരിക്കും. ഫാസ്റ്റാണ്. ഭയങ്കര ആളാണ്. ആരും ഇല്ലല്ലോ, മൊത്തം ഡ്യൂട്ടിയാണോ? ഒരു കിലോ ശർക്കര വെച്ചേക്കും അല്ലേ? ആ അതെ അല്ലേ. ആ വേറെ ഒരു പെരിഞ്ചീര പച്ചക്കറി മേടിച്ചോണ്ടിരുന്ന കടയൊന്ന് മാറ്റി പിടിച്ചു. തൊട്ടപ്പുറത്തെ കടയാണ്. നമ്മാർ എന്തൊക്കെയോ ചെറിയ ഫില്ലിംഗ് മിസ്റ്റേക്കാണ്. ഒന്ന് നോക്കാം. അവിടെ ഇടയ്ക്ക് മഴയുണ്ടായിരുന്നു. ഇവിടെ പക്ഷേ ഇച്ചിരി കൂടെ നല്ല മഴയായിരുന്നു. വെള്ളമൊന്നും വലിയ കൂടിയിട്ടില്ല. പക്ഷേ ഇവിടെ റോഡിലെല്ലാം നല്ല ഇതിപ്പോൾ ഇതാണെന്ന് അറിയത്തില്ല. ഞാൻ വരുന്ന വഴിക്കൊന്നും മഴ കണ്ടില്ല. കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഭയങ്കര വെയിറ്റ്. ഇവിടെ എന്തോ പാമ്പം കയറി കഴിഞ്ഞിട്ട് അവർ പാമ്പിൻ്റെ കൂടെ ഇരിക്കുമോ? ഇവിടെ ആരും കാണുന്നില്ല. അയ്യോ, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങളുണ്ട്. ഇന്നെന്നാണ് ആരും അടുക്കള ഇല്ലാത്ത? പാമ്പിനെ കൂട്ടിരിക്കുകയാണോ? പാമ്പ് നിങ്ങൾക്ക് കൂട്ടിരിക്കുകയാണോ? എവിടെയാ പാമ്പ്? എലിയാണല്ലോ ഓടുന്നത്. ഇവിടെ ഉണ്ടോ? എവിടെയാണ്? മൂർക്കനാ? കുഞ്ഞു മുറുക്കൻ. ഇത് എലി പോകുന്നുണ്ടോ? പിന്നെ അങ്ങനാന്ന് പറ. നിനക്ക് പാമ്പിനാണോടി? ഇത് എവിടുന്ന് കാണാനില്ലോ. ഇതിനകത്തുണ്ട്. ഇത് കിടന്ന് കാറുമല്ലേ? പൂച്ച ഉള്ളതുകൊണ്ടാണോ വന്നേ? എന്നാലും പൂച്ച ഉള്ള വന്ന ഓർമ്മയുണ്ടോ? എന്നിട്ട് പൂച്ച കടി കൊടുത്തേ. ഞാനല്ല, നീയല്ലേ കൊണ്ടുവന്നതിനെ. അവളോട് കൊട്ടെ. എടി പാമ്പൊക്കെ പോയി കാണും. അവനൊക്കെ പണിയുള്ളൂ. ഇവിടുത്തെ ഡ്യൂട്ടി അതിനാ ഡ്യൂട്ടി കഴിഞ്ഞു കാണും. ഇപ്പൊ പോയി. ഇപ്പൊ അവിടെ ഉണ്ട്. എലിയൊക്കെ ഓടുന്നുണ്ടല്ലേ? അവിടെ അടച്ചിട്ടര് അമ്മമാരെ അത് തിന്നിട്ട് പോക്കോളും. എന്നേലും വന്ന സ്ഥിതിക്ക് എന്നേലും തിന്നാൻ പോവോ? ആ വെളിയിൽ കിടക്കി വെക്കുന്ന അയ്യോട് പേടിയാ. അയ്യോ
എന്നും പറഞ്ഞോളൂ കേറിയേക്കുന്ന മറ്റേ എടി ഞാനൊന്നും വിഷയമുള്ള കേസല്ലല്ലോ. പാമ്പിനെന്ത് തലവേദനയാണോ അപ്പം? പാമ്പിനെ പേടിച്ചു കഴിഞ്ഞാലാണ് അവനവിടെ നിൽക്കുന്നത്. നമ്മളങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വിട്ടുപോകും. പേടിയില്ലെന്നേ. അവിടെ വെച്ചൊക്കെ ഒരു വെള്ള പൈപ്പില്ല ഇങ്ങനെ വെട്ടുവെട്ടുള്ള അതുപോലെ തന്നെ അതിന്റെ ഫോൺ വിളിച്ചേക്കോ. തെലിപ്പതി പറഞ്ഞ എങ്ങനെ ബിസ്ക്കറ്റ് തിന്നണോ? ആരാണ് പിന്നെ മിസ് കോൾ അടിക്കുന്നത്? ആര്? ഇവിടെ വന്നു കഴിഞ്ഞു. ആരാണിയോ? ഇല്ല. പിന്നെ മിസ് കോൾ അടിച്ചു? വേറെ ആരെങ്കിലും ആയിരിക്കും. അമ്മേ നീ വന്നറിഞ്ഞ് വിളിച്ചതാ. വീട്ടിൽ വന്നു അറിയാൻ വേണ്ടി. വീട്ടിൽ വന്നോ? വെച്ചേക്കാം.